ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇപ്പോൾ സുലഭമായി കിട്ടുന്നൊരു ഐറ്റമാണല്ലോ ചക്കയുടെ കുരു ഉണ്ടല്ലോ, നമ്മുടെ ചക്കക്കുരു. അത് വെച്ചിട്ടൊരു സ്നാക്ക്, ഈവനിങ് സ്നാക്കാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ചക്കക്കുരു എടുത്ത് നന്നായി കഴുകി കുക്കറിലേക്ക് ഇടുക. അതിലേക്ക് ഒരു കപ്പ്, അതായത് ചക്കക്കുരുവിന് മുകളിൽ ഇച്ചിരി പൊങ്ങി നന്നായിട്ട് നിൽക്കണം. ആ ഒരു ലെവലിൽ വെള്ളം ഒഴിച്ച് ഒരു 6-7 വിസിലടിച്ച് ചക്കക്കുരു വേവിച്ചെടുക്കണം. ഉപ്പ് ഇടണം, ഞാൻ ഉപ്പിടാൻ മറന്നുപോയായിരുന്നു. എന്നിട്ട് ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കുക. അതിൻ്റെ പുറത്തെ തൊലി മാത്രം കളയുക, ചുമന്ന തൊലി കളയരുതേ, അത് നല്ല വൈറ്റമിൻ ഉള്ളതാണ് ആ തൊലി, അത് കളയരുത്. എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും ആവശ്യത്തിന് മല്ലിയില, 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് ഇനി നമുക്കതിലേക്ക് മസാലക്കൂട്ടുകൾ ചേർക്കാവേ. അതിനായിട്ട് 1.5 ടീസ്പൂൺ പെരുംജീരകവും ആവശ്യത്തിന് കായപ്പൊടിയും, കായം ഗ്യാസിൻ്റെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കായപ്പൊടി ചേർത്തത്. കുരുമുളക് പൊടിയും ചേർക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാൻ സ്പൂണ് കൊണ്ട് കുഴയ്ക്കാൻ നോക്കിയപ്പോൾ ചക്കക്കുരുവൊക്കെ നല്ല അരച്ചെടുത്തപ്പം വെള്ളമയം എല്ലാം പോയി, നല്ല ടൈറ്റായിട്ടിരുന്നതുകൊണ്ട് പിന്നെ ഞാനിത് കൈ കൊണ്ടാണ് കുഴച്ചത്. കൈ കൊണ്ട് കുഴച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഫ്രൈ ചെയ്തെടുക്കാം. അല്പം വെള്ളം തളിച്ച് അതിൻ്റെ ഒരു ടൈറ്റ്നെസ് ലൂസാക്കിയാണ് ഞാനത് കുഴച്ചെടുത്തേക്കുന്നത്. എന്നാൽ ഒരുപാടങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത്, ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. ഇപ്പോൾ ചക്കക്കുരു ഓൾറെഡി വെന്തതുകൊണ്ട് നമുക്ക് ആ മസാലക്കൂട്ട് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. പച്ചമുളകും മുളക് പൊടി അതൊക്കെ ഇട്ടതുകൊണ്ട് അതിൻ്റെ ഒരു പച്ച പോയി കിട്ടിയാൽ മതി. ചക്കക്കുരു നന്നായിട്ട് വെന്തതല്ലേ. എന്നിട്ടൊരു തവ വെച്ച് ചൂടാക്കി അതിലേക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് വറുത്ത് പോരാം. ഞാനിവിടെ ബോൾ ഷേപ്പിലാണ് ഇട്ടത്. ആദ്യം റൗണ്ട് ഷേപ്പിലിട്ടപ്പോൾ അത് പൊടിഞ്ഞു പോയി. അപ്പോൾ പിന്നെ ഞാൻ ബോൾ ഷേപ്പിലിട്ടപ്പോൾ കറക്റ്റായിട്ടത് ഫ്രൈ ആയി കിട്ടി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. കുട്ടികൾക്കൊക്കെ എന്താ ഐറ്റം എന്ന് പറയാതെ അവരിത് കഴിച്ചോളും. അത്ര നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ വൈകിട്ട് നമുക്കിത് റെഡിയാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണം. ഇത് കുരുമുളക് പൊടി ചേർക്കണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടി ഇത് ചേർക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരേക്കും താങ്ക് യു.